ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക്. ഇന്ന് പാട്ടിൻ്റെ കൂട്ടുകാരിൽ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാളുടെ എടുത്തു കഴിഞ്ഞാൽ, ഫീമെയിൽ സിംഗേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു പേര് തീർച്ചയായിട്ടും ഉണ്ടാകും. അത്തരത്തിലൊരു അനുഗ്രഹീതയായ ഒരു പ്രതിഭയാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രീത ചേച്ചി. പ്രീത ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം. പ്രീത ചേച്ചിയെ നമുക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. വെൽക്കം ചേച്ചി. താങ്ക് യു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഷോസ് കാണാറും പിന്നെ ടി വിയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയുടെ ഒരു ഫാൻ കൂടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 500 ആൽബംസ് പാടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കപ്പോൾ ഒരു പാട്ടിലൂടെ തന്നെ തുടങ്ങിയാലോ, ഒരു ഡിവോഷണൽ സോങ്. ഇത് രചന കാവാലം നാരായണ പണിക്കർ സാറാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അവസാനമൊക്കെ ആയിട്ട് എഴുതിയ ഡിവോഷണൽ ആൽബമാണിത്. മ്യൂസിക് കല്ലറ ഗോപൻ ചേട്ടൻ. മാ മഹിമ എന്നാണ് ആൽബത്തിൻ്റെ പേര്. മിന്നൽ പിണറൊളി വിതറും കലിയുഗ വരതേ ആറ്റുകാലം മേ കനിയോ ഐ ശരണമയി തവ ചരണയുഗളമതിലേ വാങ്മയ നീരാഞ്ജനം സ്വീകരിക്കൂ സ്വീകരിക്കൂ. മിന്നൽ പിണറൊളി വിതറും കലിയുഗ വരതേ ആറ്റുകാലം മേ. ആറ്റുകാലമ്മയുടെ ഒരുപാട് ആറ്റുകാലമ്മയുടെ പാടിയിട്ടുണ്ടാവും അല്ലേ, ഒരുപാട് സോങ്സ്. ഒരു സമയം വരെ ഒരു വർഷം ഒരാളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഒരു പാട്ട് പാടാൻ സാധിക്കുമായിരുന്നു. അതെ, പൊങ്കാല അടുപ്പിച്ച് ഒരുപാട് CD സോങ്സ് ഇറങ്ങുമല്ലോ ആ സമയത്ത്. ഇപ്പം ഒരു 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ എന്നിരിക്കലും പണ്ട് ഞാൻ പാടിയ പാട്ടുകൾ തന്നെ വീണ്ടും റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ പരിസരത്ത് ചെല്ലുമ്പോൾ അപ്പോഴും എൻ്റെ ശബ്ദം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അല്ലേ, അത്രയും വലിയൊരു അമ്പലത്തിൽ ഇങ്ങനെ വരാമെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രീത ചേച്ചി എന്ന് പറയുമ്പം എല്ലാവർക്കും ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് അല്ലേ. ഒരു ഏകദേശം 30 വർഷത്തോളമായി സംഗീത പിന്നണി ഗാന രംഗത്തുണ്ടെങ്കിലും ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് പ്രീത ചേച്ചിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയി മാറിയൊരു പാട്ടാണ് അല്ലേ. കരളെ നിൻ കൈപിടിച്ചാൽ ദേവദൂതനിലെ അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? ദേവദൂതൻ എനിക്ക് പാട്ട് പാടാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വിളി വരുന്നതിൻ്റെ യാദൃശ്യമായിട്ടാണ്. നമ്മുടെ രജപുത്ര പ്രൊഡക്ഷൻസ് രഞ്ജിത്തേട്ടനാണ് മാക്ടയുടെ ഒരു വലിയ ഷോ കോഴിക്കോട് നടക്കുമ്പോൾ, ബാബുക്ക നൈറ്റ് നടക്കുമ്പോൾ ലെജൻഡറി സിംഗേഴ്സ് എല്ലാവരും ഉണ്ട്. ദാസാറ് തൊട്ട് അങ്ങ് എല്ലാ സിംഗേഴ്സും ഉണ്ട്. ആയിരിക്കും അക്കൂട്ടത്തിൽ ഞാനെങ്ങനെ പെട്ടു എന്ന് ചോദിച്ചാൽ, ഞാൻ അന്ന് ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നു, ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. സരിഗമ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ. അപ്പോൾ ആ സമയത്ത് ആ ചാനൽ സാന്നിധ്യമായി കൊണ്ടായിരിക്കാം എന്നെ അതിൽ വിളിച്ചത്. അതൊരു തരംഗമായിരുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ ഈ സരിഗമ എന്ന് പറയുന്ന പ്രോഗ്രാം. അതൊരു 4-5 വർഷത്തോളം ആ പ്രോഗ്രാം ഞാനും നാദർഷയും കൂടെയാണ്. അതിന് തൊട്ട് മുമ്പേ ജഗദീഷ് ചേട്ടനും ബിന്ദുജിയൊക്കെയാണ് ചെയ്തത്. പിന്നെ അടുത്ത സെറ്റ് ഓഫ് ആങ്കേഴ്സ് വന്നതിൽ ഞങ്ങളായിരുന്നു. അപ്പോൾ 4-5 വർഷത്തോളം ആ പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആ ചാനലിൽ ആ പ്രോഗ്രാം കൊണ്ട് എനിക്ക് ഇന്നും എനിക്ക് റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ. പണ്ട് നമ്മൾ കുറേ കഴിയുമ്പം നമ്മളുടെ ലുക്ക് വൈസ് ഒക്കെ നമ്മൾ മാറുമെങ്കിൽ പോലും സരിഗമ ചെയ്തിരുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് അന്ന് രാവിലെ ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിനിലേക്ക് വരുമ്പോൾ ഒരു വെള്ളി നക്ഷത്രം ഞാൻ വായിച്ചു. അതിൽ ലാലേട്ടൻ നരസിംഹം എന്ന് പറഞ്ഞ മൂവിക്ക് ശേഷം ചെയ്യുന്നൊരു മൂവിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു. അത് വന്നിട്ട് ദേവദൂതൻ എന്നാണ് മൂവിയുടെ പേര്. വിദ്യാജിയാണ് മ്യൂസിക്, സിബി സാർ ഡയറക്ടർ. അങ്ങനെ സിയാദ് കോക്കേഴ്സ്, സിയാദിക്കയുടെ ഫിലിമാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് വെള്ളി നക്ഷത്രം അവിടെ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ സ്റ്റേഷൻ എത്തിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലിൻ്റെ നടുക്കാണ് തോന്നുന്നു രഞ്ജിത്തേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒന്ന് സിബി സാറിനെ കാണണം, സാറ് സംസാരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് സംസാരിക്കുകയാണ്. ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം എന്നോട്. അപ്പോൾ അതിലൊരു ഫ്രഷ് വോയിസ്, ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഒരു ഫ്രഷ് വോയിസ് ന്യൂ ഫേസിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യണം, വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ പോയി പാടി നോക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ ഇന്ന് രാവിലെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വായിച്ച വെള്ളി നക്ഷത്രം അവിടെ ഇട്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഭയങ്കര ഗംഭീര ബാനർ, എല്ലാം ഭയങ്കര എല്ലാം ഒന്നിനൊന്ന്. ലാലേട്ടൻ അഭിനയിക്കുന്നു, ലാലേട്ടൻ ഒരു പ്രത്യേക അപ്പിയറൻസിന് വേണ്ടിയിട്ട് പ്രകൃതി ചികിത്സയൊക്കെ ചെയ്ത് തടി കുറയ്ക്കാൻ, അങ്ങനെയാണ് ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ. ഇത് നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുകയോ ഇതിലൊക്കെ ഒരു പാട്ട് കിട്ടുമോ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല തന്നെ. അപ്പോൾ ഭയങ്കര അത്ഭുതവും സന്തോഷവും എന്തൊക്കെയാണ് തോന്നിയത് പറയാൻ പറ്റില്ല. എന്നിട്ട് മോന് ഞാൻ 6 months പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഈ പാട്ട് പാടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അദ്ദേഹം തലേ ദിവസം പാട്ട് പഠിപ്പിക്കും, പിറ്റേ ദിവസം പാടും, അങ്ങനെയുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് എൻ ജീവനെ എന്ന സോങ് അവിടെ ഇട്ടിരിക്കുന്നു, ജാനകിയമ്മ. അയ്യോ രക്ഷയില്ല. അത് അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴത്തെയും പോലെ നമ്മളൊരു പ്രോഗ്രാമിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു കണ്ണാടി കൂടും കൂട്ടി അതൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് തോന്നുന്നു മൂവി. അപ്പോൾ അതൊക്കെ ഹിറ്റ് മേക്കറായിട്ട് അദ്ദേഹം ഇരിക്കുന്ന വിദ്യാജിയുടെ അടുത്തേക്ക് ഇങ്ങനെ വളരെ പേടിച്ചാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹം ചിരിച്ച മുഖത്തോടു കൂടി നമ്മളെ പരിചയപ്പെട്ട് നമ്മളെ പാട്ട് പഠിപ്പിച്ചു തന്നു. പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നു. അപ്പോൾ അമ്മ പാടി കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ഈ പാട്ടിന് വേണ്ടി അദ്ദേഹം ഒരുപാട് തിരക്കുള്ള സമയത്ത് അറ്റ് എ ടൈം കുറച്ച് അധികം പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു. ആ സമയത്താണ് ഞാനും ഇത് പാടിയത്. അപ്പോൾ ഓരോരോ വർക്കിന് അവിടെ പോയിട്ട് പെട്ടെന്ന് ഓടി വന്ന് പാടിക്കോ, ഞാനൊരു ഇമ്പോസിഷൻ പോലെ തരികയാണ്, ഒരു 3-4 വട്ടം പാടും എന്ന് പറഞ്ഞിട്ട് ആ ലൂപ്പിട്ട് തന്നു. അങ്ങനെ അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴോ ഒരു 2 വരി പാടിക്കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത നെക്സ്റ്റ് ലൈൻ. അങ്ങനെയാണ് ഈ പാട്ട് പാടി ഒഴിവിച്ചത്. അത് പാടി എൻ്റെ ലൈൻസ് പാടുമ്പോൾ പോലും ഇത് മറ്റു ലൈനുകൾ ആരാണ് പാടുന്നത്, മെയിൽ സിംഗർ ആരാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. അയ്യോ നമ്മുടെ എന്താ പറയുക, അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു വലിയ പ്രത്യേക ഒരു ചേഞ്ച്. അപ്പോൾ അലീന എന്നൊക്കെ ഉള്ള പോർഷൻ അദ്ദേഹമായിട്ട് അവിടെ പാടി അങ്ങനെ കേട്ടു. അല്ല ഞാനിത് പാടി തീരണേനൊപ്പം അദ്ദേഹം അവിടുന്ന് പാടുന്നതൊക്കെ അപ്പം ഭയങ്കര ഒരു ചേഞ്ചൊക്കെ ഉള്ളൊരു പാട്ട്. കൊള്ളാം, നല്ലൊരു സോങ് അല്ലേ എന്ന് വെച്ചാൽ നമുക്ക് ഏത് പാട്ട് നമ്മളിപ്പോൾ ട്രാക്ക് പാടാൻ പോയാൽ പോലും നമ്മൾ സിംഗേഴ്സ് എല്ലാവരും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഈശ്വരനെ വിചാരിച്ച് ആ ഒരു പാട്ട് ഓക്കെ ആയാൽ നമുക്ക് നല്ലതല്ലേ, അങ്ങനെ ഒരു രീതി തന്നെയാണ് ഇതും പാടിയത്. അങ്ങനെയാണ് ആ പാട്ട് സംഭവിച്ചത്. ഗാനം പാടിയത് അത് ഇത്ര വലിയൊരു ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. പിന്നെ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് കേട്ടോ, അത്ര ബ്രില്യൻ കോമ്പോസിഷനാണ് ആ പാട്ടിൻ്റെ. അതുകൊണ്ടായിരിക്കാം അത് അലീന ഒക്കെ കേൾക്കുമ്പോഴും എന്തോ ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ എന്ന്. അതായത് അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞതിന് കാര്യം എന്താ വെച്ചാൽ 12 നോട്ട്സ് നമ്മുടെ സപ്തസ്വരങ്ങൾ കൂടാതെയുള്ള 12 നോട്ട്സ്, സപ്തസ്വരങ്ങൾ ചേർത്ത് 12 നോട്ട്സ് ഉണ്ട് നമുക്ക്. അതിൽ 12 നോട്ടുകളും വരുന്ന മലയാള സിനിമാ ഗാനങ്ങൾ വളരെ ചുരുക്കമാണ്. ദേവരാജ മാഷ്ട ഹിമവാഹിനി ഹൃദയവാഹിനി പഴയ പടത്തിൽ, പിന്നെ കണ്ണൂർ രാജൻ മാസ്റ്ററുടെ തൂ മഞ്ഞിൻ തുള്ളി, അപ്പുണ്ണി എന്ന് പറഞ്ഞ ചിത്രത്തിൽ. അപ്പോൾ ഈ 2 പാട്ടുകൾക്ക് ശേഷം പിന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്തത് വിദ്യാജിയാണെന്നാണ്. അതൊക്കെ വളരെ ശേഷം, പിന്നീട് ഒരുപാട് ശേഷം ഔസേപ്പച്ചൻ സാറ് പറഞ്ഞിട്ട് ഗായകൻ സുദീപാണ് ഇത് എന്നോട് പറയുന്നത്, ചേച്ചി ഇങ്ങനെ വിശേഷണങ്ങളുള്ളൊരു പാട്ടാണ് നിങ്ങൾ പാടി വെച്ചത്, വല്ലതും അറിയുമോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാനത് അതിൻ്റെ കൂടുതൽ ഡീപ്പായിട്ട് ആലോചിക്കുമ്പോൾ എത്ര ബ്ലെസ്ഡാണ് ഞാൻ അല്ലേ, ഇങ്ങനെ ഒരു ഗാനം. പിന്നെ മാത്രമല്ല ദാസേട്ടൻ്റെ 10 ഗാനങ്ങൾ, ഇഷ്ടപ്പെട്ട 10 ഗാനങ്ങൾ ആ വർഷത്തെ. അദ്ദേഹം ഒരു വർഷം തന്നെ എത്രയോ പാട്ടുകൾ പാടും. അപ്പം അതിൽ 10 ഗാനങ്ങൾ ഇഷ്ടമുള്ള പാട്ടുകൾ എടുത്ത് സത്യം ഓഡിയോസ് ഡിസ്ക് ഇറക്കി. അതിലൊന്ന് ഈ പാട്ടായിരുന്നു. അതൊക്കെ എൻ്റെ അവാർഡാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അങ്ങനെയൊക്കെ വിശേഷണങ്ങൾ എനിക്ക് ആ പാട്ടിൻ്റെ മേലിൽ എനിക്ക് ആലോചിക്കാനുണ്ട് ശരിക്കും. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമുക്ക് വേണ്ടി ഒന്ന് 2 വരി പാടാം. തീർച്ചയായിട്ടും. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ
കുറുകുന്നൊരു വെൺപിരാവ് മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യത്തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി എന്നു വരും നീ തിരികെ എന്നു വരും നീ എന്നു വരും നീ തിരികെ എന്നു വരും നീ. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട്, അത് പാടിയ ആൾ തന്നെ മുമ്പിലിരുന്ന് പാടുമ്പോൾ എനിക്ക് ഇപ്പോൾ ഗൂസ് ബംസ് വരാണ്. അത്രയ്ക്ക് ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഗാനമാണെന്ന് വഴിയേ ഞാൻ അറിയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫാൻസും ഇപ്പോൾ എന്താ പറയുന്നത് ഒരുപാട് ഫോളോവേഴ്സൊക്കെ എങ്ങനെയാണ് അതിനൊക്കെ ഒന്ന്? ഫാൻസ് എനിക്കെന്നുള്ളതിനുപരി ഈ പാട്ടിൻ്റെ ആരാധകരാണ്. അതിൽ ഞാനൊരു ഭാഗം എങ്ങനെയോ അത് പെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ ഇത് അതിവിനെയും കൊണ്ട് പറയുന്നത് തോന്നില്ല. എനിക്കിപ്പോഴും അത്ഭുതമാണ് കേട്ടോ ഈ ഗാനം. പക്ഷെ അത് ഭഗവാൻ ഈ ഒരു ഗാനം തീരുമാനിച്ചു വെച്ചിരുന്നത് കൊണ്ട് എനിക്കത് പാടാൻ സാധിച്ചു. അപ്പോൾ അത് പറയുമ്പോൾ കുറേ പേര് കേട്ടോ, നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ പാട്ട് പാടിയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റേജിൻ്റെ പിന്നിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കപ്പിൾസ് വന്ന് മീറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്, ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി പോയിട്ടാണ് കല്യാണം കഴിച്ചത്, അക്കാഡമിയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഗാനം പ്രണയിച്ച സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഈ പാട്ടിനെ പറഞ്ഞു. പിന്നെ വേറെ 1-2 സെലിബ്രിറ്റീസ് അവരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്, അവരുടെയും ദൂത് ഈ ഗാനമായിരുന്നു. പിന്നെ ഒത്തിരി പേരുടെ പേഴ്സണൽ ഫേവറേറ്റ്സിലെ ഗാനമാണ് ഒന്ന് ഇതാണ്. എത്രയോ ഗാനങ്ങളുണ്ട്, അപ്പോൾ അതിൽ ഒരു ഗാനം ഇതാണ് എന്നുള്ള അറിവ് എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഈ പാട്ടിൻ്റെ ഒരു ആരാധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ലിജോ, തൃശ്ശൂരുള്ള ഡോക്ടർ ലിജോയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡിക്സൺ എന്നാണ് പേര്. അപ്പോൾ പുള്ളി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. പുള്ളി ഒരു ദിവസത്തിൽ ട്രാവൽ ചെയ്യാൻ വണ്ടിയിൽ കയറുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഈ പാട്ട് തന്നെ പോകുന്ന യാത്രകളിൽ കേൾക്കാറുണ്ട് പുള്ളി. അപ്പോൾ അവസാനം ലിജോ പറയൂ അത്രേ, ഇതൊന്നും മാറ്റുമോ ഇതൊന്നും. അങ്ങനെ ആ ഒരു അതുപോലെ ഇഷ്ടമാണ് ഈ ഗാനം. അത് പിന്നെ അദ്ദേഹം എന്നോട് ലിജോ വഴി തന്നെ പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ ഇടയ്ക്കൊക്കെ യാത്ര പോകുമ്പോൾ ഈ പാട്ടിങ്ങനെ കേട്ടുകൊണ്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ചെറിയ വീഡിയോ അയച്ചു തരാറുണ്ട്. അപ്പം അങ്ങനെ ഈ പാട്ടിനെ ശക്തമായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്. ശരിയാണ്, ഒരേ സമയം ഒരുപക്ഷെ ഒരു വിരഹവും പ്രണയവും കൂടി ചേരുന്ന ഒരു പാട്ടാണ് അല്ലേ? അതറിയാണ്ട് ഒരു പെയിൻ. അതേപോലെ ഒരു പാട്ടുണ്ട് ഈ ഫിലിമിൽ, എൻ ജീവൻ. അതും നമുക്കറിയാതെ ഭയങ്കര ഒരു വേദന ഉള്ളിൽ ബാക്കി വെക്കുന്ന ഒരു ഗാനമാണ്. ആ ഒരു ഫിലിം തന്നെ ഒരു ഫുള്ളി മ്യൂസിക്കലി നല്ലൊരു, അതിൽ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, somebody wants to say something to someone എന്ന് പറയുന്നത്. അത് തന്നെ ആണ് എന്താ പറയുക, പറയാൻ ബാക്കി വെച്ചിട്ട് ആള് കാണാതായി. അത് തന്നെ ഒരു വേദനയല്ലേ? ശരിയാണ്. പിന്നെ വിദ്യാജിയായിട്ടുള്ളൊരു ഇപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ ഈ ഒരു മൂവി? അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു വിശേഷം? ശരിക്കും ഞാൻ പണ്ട് ഈ പടം ഇറങ്ങുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മോനെ ഡെലിവറി ചെയ്തിട്ട് 1 മാസമായ സമയത്താണ് പടം ഇറങ്ങുന്നത്. അപ്പം മാത്രവുമല്ല, ഇന്നുള്ളതുപോലെ പിക്ചറിൻ്റെ പ്രമോഷനോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഈ പടത്തിനുണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് അല്ല, അങ്ങനെയൊന്നുമുള്ള ബെനിഫിറ്റ് ഈ മൂവിക്ക് അന്ന് കിട്ടിയിട്ടില്ല. ഇതൊരു വണ്ടർഫുൾ മൂവിയാണ്. സിബി സാർ പറയുന്നത് പോലെ തന്നെ കാലം തെറ്റി ഇറങ്ങിയ ഒരു മൂവി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉള്ളവർക്ക് കുറച്ചും കൂടെ, പക്ഷേ ഗ്രാജുവലിയാണ് ഈ മൂവി. ഞാനും തിയേറ്ററിൽ കണ്ടില്ല. എൻ്റെ പേര് എഴുതി കാണിക്കുന്ന, നമ്മൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയം നമുക്ക് അങ്ങനെ പോകില്ലല്ലോ, അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ചാനലിൽ പടം വന്നതിന് ശേഷമൊക്കെയാണ് കണ്ടത്. അപ്പോൾ ബിഗ് സ്ക്രീനിൽ എൻ്റെ പേരൊന്ന് എഴുതി കാണിക്കുന്നത് ഞാൻ ഇനിയാണ് കാണാൻ പോകുന്നത്. അതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരുപാട് പേര് ഈ പടം ചാനലിലൊക്കെ വന്നതിന് ശേഷം തന്നെ അയ്യോ എന്തൊരു മൂവിയാണിത് എന്ന് എന്നോട് തന്നെ, ഈ പാട്ട് ഞാൻ അതിൽ പാടിയിട്ടുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പടം വീണ്ടും ഇപ്പോൾ പുതിയ ടെക്നോളജി 4K ദൃശ്യ മികവോട് കൂടിയിട്ട് ഇറങ്ങുമ്പം വളരെ പ്രത്യേകതകളുണ്ട് ഈ പടത്തിന്. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഉള്ള
എന്നെപ്പോലെയൊക്കെയുള്ള കുറച്ച് പേർക്ക് ഒരു കുറച്ചും കൂടി ഒരു റെക്കഗ്നീഷനും കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈ പാട്ടിന് സത്യം മരണമില്ലാത്ത ഗാനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് എവർ ഗ്രീൻ ആണ്. ഒരു പക്ഷേ അന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലെ ചാനലുകൾ പോലും ഇല്ല. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ്, ദൂരദർശൻ പോലെയുള്ള ചെറിയ കുറച്ച് ചാനൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ പ്രൊമോഷൻസിനൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അന്ന് പലപ്പോഴും അറിയപ്പെടാതെ പോയ ഒരുപാട് ഗായകരും ഗായികമാരും ഒക്കെ ഉണ്ട് അല്ലേ. സോഷ്യൽ മീഡിയ വരുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെയുള്ള റിലീസൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് അനുഗ്രഹിക്കപ്പെടുന്നൊരു തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് ചാനൽ ചർച്ചകളിലോ അങ്ങനെ ഒന്നും ഒരു പടത്തിൻ്റെ ഹിറ്റ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നല്ലൊരു ഹിറ്റ് സോങ് ആണ്, പക്ഷേ അതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കണ്ടില്ലേ 24 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ക്ലാസിക് പടങ്ങൾ നമുക്കിതിന് മുന്നേ ഇറങ്ങി, പക്ഷേ എല്ലാത്തിനും റിലീസുകൾ സാധ്യമായിട്ടില്ല, സംഭവിക്കുന്നുമില്ല. പക്ഷേ എൻ്റെ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് എനിക്കിപ്പോഴും അനീഷിൻ്റെ മുമ്പിൽ ഇതേക്കുറിച്ച് സംസാരിക്കാൻ ചാനലിലൂടെ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ. സോ ഐ തിങ്ക് ഐ എം വെരി മച്ച് ബ്ലെസ്ഡ്. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് സ്റ്റേജ് ഷോസ് അല്ലേ. സ്റ്റേജ് ഷോസ് എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായം മുതൽ തന്നെ സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വന്നതും? ആക്ച്വലി 9th ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ തരംഗിണി അവിടെ നിന്നോട്ട് പറയാമല്ലോ, അതിലും മുന്നേ ഓൾ ഇന്ത്യ റേഡിയോ, മിനി കോറൽ, അതൊക്കെ പെട്ടെന്ന് പറയാം, അതിൽ അംഗമായിരുന്നു. ഒരുപാട് രാധാകൃഷ്ണ സാറ്, ഉദയഭൻ സാറിൻ്റെ, പെരുമ്പാവൂർ സാർ, അദ്ദേഹമാണ് എൻ്റെ ഗുരു, ഇവരുടെയൊക്കെ കോറൽ ഗ്രൂപ്പ്. ഇതൊന്നും ഇപ്പോൾ ഇല്ല. പ്രോഗ്രാംസ് തന്നെ അങ്ങനെ ഗ്രൂപ്പായിട്ടുള്ളത് കുറവാണല്ലോ, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിലൊക്കെ പാടി വരുന്നു. ആൻഡ് ദെൻ സ്കൂളിൽ കോമ്പറ്റീഷൻസിന് പോകുന്നു, നിറയെ കോമ്പറ്റീഷൻസ് പല സ്ഥലത്തും. ഇപ്പോൾ ഉള്ള പോലെ ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ അതുകൊണ്ട് കഴിയുന്നില്ല, അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പല സംഘടനകളുടെ കോമ്പറ്റീഷൻസ്, അത് ഇന്നത്തെ പല ആൾക്കാരെയും സെലിബ്രിറ്റീസിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ കോമ്പറ്റീഷൻസിനെ വെച്ചിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ മ്യൂസിക് ടീച്ചർ സരസ്വതി ടീച്ചർ മരിച്ചുപോയി. ടീച്ചറിൻ്റെ മകനാണ് അജി സരസ്, മ്യൂസിക് കമ്പോസർ. അപ്പോൾ ടീച്ചറാണ് പ്രൊഫഷണലായിട്ട് ഒരു പ്രോഗ്രാമിന്, അന്ന് ക്രിസ്റ്റഫർ ഒരുപാട് പാട്ടുകളും പ്രോഗ്രാംസും ഒക്കെ പ്രൊഫഷണൽ ചെയ്യുന്ന, ഭയങ്കര ഹിറ്റായിട്ട് ഇപ്പോഴും അദ്ദേഹം പാടുന്നുണ്ട്, ഇല്ല എന്നല്ല, ചെയ്തു. അദ്ദേഹം ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ബിഗിനറാണ്. അപ്പോൾ കാർത്തിക തിരുനാൾ തിയേറ്ററിലാണ് ഫസ്റ്റ് ഒരു പ്രോഗ്രാം 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാട്ടും കൂടെ കേട്ടാലോ? അന്ന് പാടിയ പാട്ടൊന്ന് പാടിയാലോ? വാ കുരുവി ഇണപ്പൂങ്കുരുവി, കരൾ നിറയെ നിൻ പാട്ടിൻ തേനരുവി, പാട്ടിൻ തേനരുവി, നിറതിങ്കൾ നീരാടും പാലരുവി, ഇതിൽ നീരാടി പാടാൻ വാ കുരുവി, വാ വാ പൂങ്കുരുവി. ഇതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ പ്രൊഫഷണൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ക്രിസ്റ്റഫറുടെ കൂടെ പാടുന്ന പാട്ട്. ഇപ്പോൾ പ്രീത ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വേഴ്സറ്റൈൽ സിംഗറാണ് അല്ലേ. ഒരു മെലഡിയും വഴങ്ങും, ഫാസ്റ്റ് നമ്പറും വഴങ്ങും, ഇപ്പോൾ ഇതുപോലുള്ള അടിപൊളി നമ്പേഴ്സൊക്കെ വഴങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സിംഗേഴ്സ് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊരു ഫാസ്റ്റ് നമ്പർ സോങ്? ഫാസ്റ്റ് നമ്പർ നമ്മൾ ചില പാട്ടുകൾ അന്ന് പാടിയിരുന്ന സമയത്ത് കുറച്ച് വോയിസ് ഒക്കെ മാറ്റി പാടണം. നമ്മൾ അന്ന് ഓരോ ടൈപ്പ് സിംഗിങ്ങിനും ഇന്നിപ്പോൾ ഓരോ സിംഗറെ വിളിക്കുന്നുണ്ട്, പക്ഷെ അന്ന് അങ്ങനെയില്ല. പ്രോഗ്രാംസിന് പാടുമ്പോൾ ഈ ഒരാൾ തന്നെ ആയിരിക്കും വോയിസ് മാറ്റി. അതെ അതെ, എല്ലാ പാട്ടുകളും പാടുന്നത് അവർ തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൊരു പാട്ട് ട്രൈ ചെയ്യാൻ ശരിയാവുമോ എന്നറിയില്ല. മന്മദരാസ മന്മദരാസ കന്നി മനസ്സ് കിള്ളാതെ കണ്ണിലലേസ കണ്ണിലലേസ എന്ന കണക്ക് പണ്ണാതെ, ബാക്കി വരെ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പക്ഷേ എൻ്റെതായ രീതിക്ക് ഡാൻസ് ചെയ്ത് പാടില്ല. അത് അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഇവർ പാടുന്ന കുട്ടികൾ ആ പാട്ടിനനുസരിച്ച് ബോഡി, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് അവർക്ക് വരുത്തി. അപ്പോൾ അതൊരു രസമാണ്. ശരിയാണ്. അത് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു റിമി ടോമിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഒരുപാട് എല്ലാവരും അത് ട്രൈ ചെയ്തു. ചിലരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, ചിലരെല്ലാവരും ചെയ്യുന്നതല്ലേ നമ്മളും ചെയ്തില്ലെങ്കിൽ പിന്നിലായി പോലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. അത് ശരിയാവാറില്ല, അത് കഷ്ടമാണ്. അങ്ങനെ ചിന്തിക്കണ്ട. അതൊരു എന്താ പറയുക, ആഡഡ് അഡ്വാൻറ്റേജ് ആണ് സിംഗേഴ്സ്. അത് നന്നായി ചെയ്യാൻ പറ്റണവർക്ക് അതവർ ചെയ്യട്ടെ, അത് സന്തോഷമുള്ള കാര്യം.
തീർച്ചയായും ശരിക്കും പറഞ്ഞ പോലെ നാടൻ പാട്ടുകൾ, നാടക ഗാനങ്ങൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ പാടിയിട്ടുണ്ടല്ലോ. ഒരുപാട് അപ്പം അത് നമുക്ക് എന്തെങ്കിലും ഒരു രണ്ടുപേര് പാടിയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കൂടെ പറയാം. നാടകഗാനം എനിക്ക് വൈപ്പിൻ സുരേന്ദ്രൻ മാഷ് മ്യൂസിക് നൽകിയ, അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല, മ്യൂസിക് നൽകിയ വാസവദത്ത എന്ന് പറയുന്ന നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ അക്കാഡമിയുടെ സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ ആ പാട്ടൊന്ന് പാടാം. സമയമായില്ല പോലും തോഴി ഇന്നിൻ ഹൃദയത്തിൽ കനലിൻ്റെ ആഴി, എരിമണൽ പരപ്പിലും വിരിയുന്നതെന്തേ പ്രണയത്തിൻ മധുമാസ പുഷ്പം, ഇന്നെനിക്കാമദനൻ്റെ ഓർമ്മ പോലും മധുരം. ഇങ്ങനെ വരും. ഇത് അന്നത്തെ കാലത്ത് വളരെ പരിമിതികളുണ്ട്. ഇത് എൻ്റെ കയ്യിലൊന്നും തിരിച്ച് വീണ്ടും കേൾക്കാനായിട്ട് ഇതിൻ്റെ ഒരു കോപ്പി പോലും ഇല്ല. അത് നമ്മൾ കുറേ നമ്മൾ അന്വേഷിക്കും, പിന്നെ അവർ തരാൻ സാധിച്ചില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും പിന്നെ നാനയുടെ ഒരു 2 അവാർഡ് കിട്ടിയിട്ടുണ്ട് മറ്റു 2 നാടകങ്ങൾക്കായിട്ട്. ഒന്ന് മുരളി സിത്താരയിണ നൽകിയ പാട്ടാണ്, അദ്ദേഹവും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ വേറൊരു ഗാനവും. എന്തായാലും നാടക ഗാനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, പാടുന്നുണ്ട്. പക്ഷെ ഞാൻ പാടിയിട്ട് കുറേ നാളായി. ഇപ്പം പറഞ്ഞത് പണ്ടത്തെ പോലെ അത്രയും നാടകങ്ങൾ സജീവമല്ലാത്തൊരു ഇതുണ്ട് ഇപ്പം കൂടുതലും. ഒരു സ്ട്രീം അതിൽ ഇങ്ങനെ ആരും അറിയാതെ അതിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ നല്ലതാണ് നാടകഗാനങ്ങളും പാടുന്നത്. അപ്പോൾ ചേച്ചി ഇതുപോലെ തന്നെ വിദ്യാജിയുടെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഇപ്പോൾ പാടാൻ പറ്റാതെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്തായിരുന്നു ആ സിറ്റുവേഷൻ? അത് വിദ്യാജിയുടെ ഷോ ഇവിടെ എറണാകുളത്ത് നടക്കുന്നതായിട്ട് ഞാനെല്ലാം വളരെ ലേറ്റായിട്ടേ അറിയുള്ളൂ. അതായത് ഒരു പ്രോഗ്രാം അത് പറഞ്ഞു വരുമ്പോൾ എന്നോട് പറഞ്ഞു വിട്ടിട്ടുള്ള സിനിമാ ഗാനങ്ങളൊന്നും അങ്ങനെ പറഞ്ഞു വെക്കാനായിട്ടുള്ള ഈ പാട്ട് ഇന്ന ആൾക്കെന്ന് അങ്ങനെ ഒരു വലിയ ചാൻസസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്റ്റേജ് ഷോസ് ഒക്കെ പലതും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഷോസ് തന്നെ വേറെ ആരെങ്കിലും പാടി അവരുടെയൊക്കെ ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ പോലെ തന്നെയാണ് ഈ ഷോയിനെ കുറിച്ച് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. അറിയുമ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണോ ഇത്രയോ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, എന്നാലും ഈ ഒരു പാട്ട് പ്രത്യേകതകളുള്ള പാട്ടാണ്, ഇത് എന്തായാലും ഉണ്ടാവും, എന്നെ വിളിക്കും അപ്പോൾ പാടാൻ. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൃദുല എപ്പോഴും എന്നെ കോൺടാക്ട് മെസ്സേജ് ചെയ്യാൻ ചെയ്തപ്പോഴാണ്, ചേച്ചി എന്നാ വരണത്? അപ്പം മൃദുല ഓൾറെഡി ഷോയിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മോളെ എന്നെ വിളിച്ചില്ല, എനിക്ക് അറിയില്ല. അയ്യോ അത് ചേച്ചി ഇല്ലേ, അത് എന്താ ചേച്ചി? ഞാൻ വിചാരിച്ചു ചേച്ചി ഓൾറെഡി ഇവിടെ എത്രാം തീയതി വരും എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനില്ല, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിങ്ങനെ വിഷമം പറയുകയാണ്, വീട്ടിൽ വിഷമം പറയുന്നുണ്ട്, ഈ സങ്കടം വരുന്നുണ്ട്. അപ്പം രാധിക തിലക് മരിച്ചുപോയി, രാധിക തിലക്കിൻ്റെ ഹസ്ബൻഡ് സുരേഷ് ഏട്ടൻ. അപ്പം എന്നെ ഇങ്ങനെ വാട്സാപ്പിലോ കോൺടാക്ട്സിലെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ തൊട്ട് തലേ ദിവസം മോൻ്റെ എന്തോ ലിങ്ക് അയച്ചു കൊടുത്തതിൻ്റെ റിപ്ലൈ വന്നപ്പം ഞാനിങ്ങനെ സംസാരിക്കാൻ കൊടുത്ത് ഞാൻ സുരേഷ് ഏട്ടനോട് മെസ്സേജ് ചെയ്ത് സംസാരിച്ചു. ഭയങ്കര വിഷമം പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് വിഷമം പങ്കുവച്ചു. അപ്പോൾ സുരേഷ് ഏട്ടൻ ഒരു കാര്യം ചെയ്യാൻ പ്രീത, രാധികേനെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കണു, എന്നാലും ഞാനൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് മെസ്സേജ് ചെയ്തു. അപ്പോൾ മെസ്സേജൊക്കെ ചെയ്തു, അതിന് വേണ്ടിയിട്ട് 1-2 തവണ എടുത്ത് വീണ്ടും ചോദിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് വിളി വന്നില്ല. ഞാൻ അതിൻ്റെ പിന്നിലൂടെ സഞ്ചരിച്ചു. വിളിക്കേണ്ടവർ ഒക്കെ എനിക്ക് പറ്റാവുന്ന വിധത്തിൽ നമ്മൾ വേറൊരാളുടെ ഒരു പാട്ട് ഒരു സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനൊക്കെ ഭയങ്കര ചാൻസ് ചോദിക്കുമ്പോൾ അയ്യോ അവർക്കിനി നമ്മളൊരു ശല്യമായെങ്കിലും എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പിന്നോക്കമാണ് അതിന്. അപ്പം എൻ്റെ പാട്ടിന് വേണ്ടിയില്ല, എനിക്ക് ചോദിക്കാം ചമ്മൽ എന്തിനാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലൂടെ സഞ്ചരിച്ചു. പക്ഷെ എന്തൊക്കെ സഞ്ചരിച്ചിട്ടും അപ്പം മൃദുലയും അത് മെസ്സേജ് ചെയ്ത് അവരോട് ചോദിച്ചിരുന്നു കേട്ടോ, അങ്ങനെയൊന്നും ആരും ചെയ്യില്ല, ബിക്കോസ് അവനവൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് അവർക്ക് ചോദിക്കാം, ഈ കുട്ടി എന്തിനാ വേറൊരാളുടെ കാര്യം. അങ്ങനെയൊന്നും ചെയ്തില്ല. മൃദുലയും എനിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് എല്ലാവരും ട്രൈ ചെയ്തു, പക്ഷെ
വിദ്യാജിയുടെ അടുത്ത് ഞാൻ ഡയറക്റ്റ് എത്തിയില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ സിനിമയുടെ റിലീസ് സംബന്ധിച്ച് സിബി സാറ് ഒരു ബൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു 4 ദിവസം മുന്നേ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് അതിൽ പാടാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു, ഒരുപാട് വിഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മ വന്നില്ല സാറിനെ വിളിക്കാൻ. അപ്പം എന്താണ് പറഞ്ഞു വരുന്നത് അനീഷ്, നമ്മൾ ആ പാട്ടൊരു പക്ഷേ എനിക്ക് ഭഗവാൻ വിധിച്ചു, ഞാനത് പാടി, അതിൻ്റെ ക്രെഡിറ്റ്സൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അന്നേ ദിവസം അവിടെ ഞാൻ പാടണമെന്നല്ല തീരുമാനം. അതുകൊണ്ടാണ് സാറിനെ എനിക്ക് ഓർമ്മ വന്ന് വിളിക്കാൻ തോന്നാഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ സിംഗേഴ്സ് പൊതുവെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, ഇപ്പം നമ്മൾ ഓരോ അരിമണിയിലും പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ശരിയാണത്, അത് വളരെ ശരിയാണ്. അതുകൊണ്ടാണ് എനിക്കത്, പക്ഷെ അതെനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ പറയാമോ എന്നറിഞ്ഞൂടെ, എന്നാലും ഞാൻ ഷോ പാട്ടുണ്ട്, ഞാൻ എന്തായാലും എന്നെ വിളിക്കും, ഞാനങ്ങ് തീരുമാനിച്ചു തന്നെത്താനെ. ഇവരൊക്കെ വിളിക്കുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഏത് സാരി കൊടുക്കാം, ഇത് ജ്വല്ലറി ഇടാം, ഇതൊക്കെ ഞാൻ കണക്കൂട്ടി എന്താ അങ്ങനെയല്ല നമ്മളിങ്ങനെ മനസ്സിൽ കാണുമല്ലോ. നമ്മളൊരു ചെറിയൊരു സാധനം, അതായത് നമ്മളൊരു കുസൃതി ചോദ്യമാണ്. ഓക്കെ, അതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഓക്കെ, മധുരമുള്ള കര. മധുരമുള്ള കര ആലോചിച്ചാൽ കിട്ടും. കുസൃതി ചോദ്യമാണ്. ഞാൻ ഭയങ്കര പൊട്ടിയാണ് കേട്ടോ ഇതൊക്കെ ആൻസർ ചെയ്യാൻ. ആലോചിച്ചോ, മധുരമുള്ള കര അറിയില്ല. കഴിക്കുന്നൊരു സാധനമാണ്. പിന്നെ ഓണം പോലുള്ള വിശേഷങ്ങളിൽ അത് എന്തായാലും ഉണ്ടാവും, അതില്ലാതെ ഒരു സംഭവം വരില്ല ഓണസദ്യയിൽ. അത് കൂട്ടിയിട്ടാണ് ശർക്കര. ഞാൻ ക്ലൂ ഒക്കെ പറയിച്ചു. അപ്പം നമ്മൾ സമ്മാനം തരാം. സമ്മാനം പ്രേക്ഷകർക്കാണ് കൊടുക്കാനുള്ള ഒരു നല്ലൊരു പാട്ട് പാടി ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, കാരിസൻ എന്ന ചിത്രത്തിൽ ബെനി ഇഗ്നേഷ്യസ് അവരുടെ സംഗീതത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ടിപ്പോൾ എല്ലാ ഗെറ്റ് ടുഗദറിനും പിന്നെ എല്ലായിടത്തും ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പാടാം. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും, ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. നല്ലൊരു അടിപൊളി ഒരു പാട്ട് തന്നെയാണ് ചേച്ചി നമുക്ക് വേണ്ടി പാടിയത്. ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഇനിയും ഒരുപാട് അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.